ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് ഫോർ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ കാന്തിക പ്രഭാവം. അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യങ്ങളിലൂടെ ഈ ചാപ്റ്ററിലെ NCERT പോയിന്റുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് സയൻറ്റിസ്റ്റ് സജസ്റ്റഡ് ദാറ്റ് എ മാഗ്നറ്റ് എക്സേർട്സ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ? ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന്മേൽ കാന്തം തുല്യവും വിപരീതവുമായിട്ടുള്ള ബലം പ്രയോഗിക്കുന്നു എന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ് ചോദ്യം. NCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആൻഡ്രേ മേരി ആംപിയർ സജസ്റ്റഡ് ദാറ്റ് എ മാഗ്നറ്റ് മസ്റ്റ് ഓൾസോ എക്സേർട്ട് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഓൺ ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ എടുക്കുകയാണ്. ഈ ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട്. ഇങ്ങനെ വൈദ്യുതി പ്രവഹിക്കുന്ന കണ്ടക്ടറിൽ സ്വാഭാവികമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക വലയം, മാഗ്നറ്റിക് എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ പുറമെയായിട്ട് മറ്റൊരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ ആദ്യമായിട്ട് നടത്തിയത് ആരാണെന്ന് NCERT പറയുന്നുണ്ട്. ആൻഡ്രേ മേരി ആംപിയർ എന്ന് പറയുന്ന വ്യക്തിയാണ്. കറക്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് NCERT എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ആംപിയർ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി, ആംപിയർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ് ഈസ് ട്രൂ? ഓക്കെ, ഒരു സർക്കുലർ ലൂപ്പായിട്ടുള്ള ഒരു കണ്ടക്ടറിലൂടെ, ഒരു ചാലകത്തിലൂടെ നമ്മൾ വൈദ്യുതി കടത്തിവിടുകയാണെങ്കിൽ ഈ ഒരു ലൂപ്പിന് ചുറ്റുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ഒരു ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ പറയുന്ന കാര്യം, ഇവിടെ നിങ്ങൾക്കൊരു സർക്കുലർ ലൂപ്പ് കാണാം. ആ സർക്കുലർ ലൂപ്പിലേക്ക് ഇങ്ങനെ കറണ്ട് പ്രവഹിക്കുന്നുണ്ട്. പോസിറ്റീവ് കറണ്ടിൻ്റെ കൺവെൻഷണൽ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ദിശയിൽ നിന്ന് നെഗറ്റീവ് ദിശയിലേക്കാണ് ഇതിൻ്റെ സൈൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ ലൂപ്പിൽ കറണ്ട് പ്രവഹിക്കുന്നതിനനുസരിച്ച് അതിന് ചുറ്റുമായിട്ട് മാഗ്നറ്റിക് ഫീൽഡും ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പം നമ്മൾ ബേസിക്കലി ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള കണ്ടക്ടറിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു നേർരേഖയിലുള്ള ഒരു കണ്ടക്ടർ എടുക്കുകയാണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള കണ്ടക്ടറിൽ. ഇവിടെ ഇങ്ങനെ വൈദ്യുതി താഴെ നിന്ന് മുകളിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമായിട്ട് എന്ത് ക്രിയേറ്റ് ആവുന്നുണ്ട്? ഇതിൻ്റെ ചുറ്റുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ, വൈദ്യുതി പ്രവഹിക്കുന്ന കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഒരു നിയമം, റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്നാണ് പറയുക. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ പ്രകാരമാണ് നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കുന്നത്? ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ പ്രകാരം നമ്മൾ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഒരു തംസ് അപ്പ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, തമ്പ് എന്ന് പറയുന്നത് നമ്മുടെ തള്ളവിരൽ കറണ്ടിൻ്റെ ഡയറക്ഷനെ ആയിരിക്കണം സൂചിപ്പിക്കുന്നത്. തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പം നമ്മുടെ ബാക്കിയുള്ള 4 വിരലുകൾ എങ്ങനെയാണോ കേവ് ചെയ്ത് വരുന്നത്, മടങ്ങി വരുന്നത് എങ്ങനെയാണോ, അങ്ങനെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഇങ്ങനെ ഒരു കണ്ടക്ടർ വെക്കുകയാണ്. ഇവിടെ ഇപ്പോൾ താഴെ നിന്ന് മേലോട്ടേക്കാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബി എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നൊരു സൈഡുണ്ട്. ബി എന്ന് പറയുന്ന സൈഡിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രതലത്തിൽ എങ്ങനെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ ചുറ്റും ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഞാനിങ്ങനെ വെക്കുകയാണ്. അപ്പോൾ എൻ്റെ വിരലുകൾ ഈ പേപ്പറിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻസൈഡ് എന്നുള്ള രീതിയിലാണ്. ഇനി എ എന്നുള്ള പോയിന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ എ എന്നുള്ള പോയിന്റിലേക്ക് വിരലുകൾ ഇങ്ങനെ മടങ്ങി വന്ന് ആ വിരലുകൾ പേപ്പറിൻ്റെ പുറത്തേക്ക് അല്ലെങ്കിൽ പ്ലെയിൻ്റെ പുറത്തേക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എ എന്നുള്ള പോയിന്റിൽ എങ്ങനെയായിരിക്കും? ഔട്ട് സൈഡ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു സർക്കുലർ ലൂപ്പായിട്ടാണ് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ളിലേക്ക്, എ എന്നുള്ള പോയിന്റിൽ പുറത്തേക്ക് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിൽ നമുക്ക് ഇങ്ങനെയുള്ള സർക്കുലർ ലൂപ്പുകൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിൽ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്
രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഇതിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എന്ന് പറയുന്ന കറണ്ട് I. രണ്ടാമത്തത് കണ്ടക്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയും. ഇതിനെ നമ്മൾ R എന്ന് പറയും. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് അതിനെ B എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡിനെ B റെപ്രസെൻ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു KI ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം, അല്ലെങ്കിൽ D എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. B ഈസ് ഈക്വൽ ടു KI ഡിവൈഡഡ് ബൈ D. ഇവിടെ I എന്ന് പറയുന്നത് കറണ്ടാണ്, D എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. എന്ത് ഡിസ്റ്റൻസ്? ഈ കണ്ടക്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ D താഴെയാണ് വരുന്നത്. അതായത് കണ്ടക്ടറിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രഭാവം കുറയാണ് ചെയ്യുന്നത്. കറണ്ടുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. കറണ്ട് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിൽ നമുക്ക് എങ്ങനെയാണ് ആ റിലേഷൻ? ബി എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡാണ്. B ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു KI ഡിവൈഡഡ് ബൈ D. ഇവിടെ K എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് വാല്യൂ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്നൊക്കെ പറയാറില്ല, അതുപോലെ ഒരു കോൺസ്റ്റൻ്റ് ആണ് K എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മളൊരു സർക്കുലർ ലൂപ്പ് നോക്കുകയാണെങ്കിൽ ഈ സർക്കുലർ ലൂപ്പിൻ്റെ ഓരോ ചെറിയ കഷ്ണവും ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ഓരോ കഷ്ണത്തിലും അതിൻ്റെ ചുറ്റുമായിട്ട് എന്ത് ക്രിയേറ്റ് ആവുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടോ? ഇവിടെ ചുറ്റുമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് നിയമമാണ് ഉപയോഗിക്കുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ഉപയോഗിക്കുന്നത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, അപ്പോൾ അവിടെയും ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കറണ്ടുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഡിസ്റ്റൻസുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു സർക്കുലർ ലൂപ്പിൽ നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കേവായിട്ട് വന്ന് ഈ സെൻറ്ററിലെത്തുമ്പോൾ അതെന്താവും? ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള രീതിയിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോവുക. അതുവരെ എന്തായിരിക്കും? കേവ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. Which of the following statement about the magnetic field due to a circular loop is true? The field lines are parallel to the plane of loop. The field is uniform everywhere around the loop. The field lines at the center are circular. The field depends on current and radius. ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ചുറ്റുമുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തിനൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്? കറണ്ടിനും അതുപോലെ തന്നെ റേഡിയസിനും ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. The field depends on current and radius. യെസ്, അപ്പോൾ NCERT പറഞ്ഞിരിക്കുന്ന റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമുക്ക് നോക്കാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിൽ അതിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന കറണ്ട് പ്രവഹിക്കുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, then every section of a current carrying circular wire contributes to the magnetic field at the center of the loop in. ഓക്കെ, NCERT പറയുന്ന ഒരു കാര്യമാണ്. By applying the right hand rule, it is easy to check that every section of the wire contributes to the magnetic field lines in the same direction within the loop. ഒരു സർക്കുലർ ലൂപ്പിൽ നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ ദ സെയിം ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. എവറി സെക്ഷൻ ഓഫ് ദ വയർ കോൺട്രിബ്യൂട്ട്സ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻ ദ സെയിം ഡയറക്ഷൻ എന്ന് കൃത്യമായിട്ട് NCERT പറയുന്നുണ്ട്. സെയിം ഡയറക്ഷൻ, ഓപ്ഷൻ A ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇൻ ദ സെയിം ഡയറക്ഷൻ. NCERTയുടെ സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, വൈ ഈസ് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ടു ക്രോസ് ഈച്ച് അതർ അറ്റ് എ സിംഗിൾ പോയിന്റ്? എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മാഗ്നറ്റ് എടുക്കുകയാണ്. ഒരു മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ബാർ മാഗ്നറ്റ് ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരിക. ആ ബാർ മാഗ്നറ്റിന് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിന് ഇൻ ജനറൽ രണ്ട് പോളുകൾ ഉണ്ടാവും. നോർത്ത് പോളും ഉണ്ടാവും, സൗത്ത് പോളും ഉണ്ടാവും. ഈ മാഗ്നറ്റിൻ്റെ ആ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഫീൽ ചെയ്യുന്ന ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഫിസിക്സിൽ പറയുന്ന നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ B വെച്ചിട്ടാണ് നമ്മൾ ഫിസിക്സിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെയുള്ള ക്വാണ്ടിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സിൽ രണ്ട് തരം ക്വാണ്ടിറ്റീസ് ആണുള്ളത്, സ്കേലാർ ക്വാണ്ടിറ്റീസും വെക്റ്റർ ക്വാണ്ടിറ്റീസും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാര്യം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും നമ്മൾ തീർച്ചയായിട്ടും സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ല എന്ന് പറയുന്നതാണ്. ടെസ്ലയിലാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അളക്കാറുള്ളത്.
ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയുള്ള ബേസിക് ഇൻഫർമേഷൻ. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇമാജിനറി ആയിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള രേഖകളാണ്. ആ മാഗ്നറ്റിൻ്റെ ചുറ്റുമുള്ള കാന്തിക പ്രഭാവം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇമാജിനറി ആയിട്ടുള്ള ലൈൻസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രത്യേകത, ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ലൂപ്പുകളാണ്. അതായത് നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിലേക്ക് അവസാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ലൂപ്പാണ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിൻ്റെ പുറമെ നോക്കിക്കഴിഞ്ഞാൽ, ഔട്ട്സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്നുള്ള രീതിയിലാണ്. ഔട്ട്സൈഡിലാണെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. എന്നാൽ മാഗ്നറ്റിൻ്റെ ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ, ഉള്ളിൽ നോക്കുകയാണെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ഇൻസൈഡ് ആയിരിക്കും. അപ്പോൾ എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും എങ്ങനെയാണ്? ക്ലോസ്ഡ് ആയിട്ടുള്ള കർവുകളാണെന്ന് മനസ്സിലാക്കുക. ഒറിജിനേറ്റിംഗ് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡിങ് അറ്റ് സൗത്ത് പോൾ. എൻഡിങ് അല്ല, അവിടെ ക്ലോസ്ഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് ലൂപ്പുകളായിട്ട് മാറുകയാണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു പോയിന്റ്, ഞാനിവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്, എ എന്ന് പറയുന്ന പോയിന്റ്. എ എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ ചെയ്യുന്ന കാര്യം, ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക എന്നുള്ളതാണ്. ഒരു തൊടുവര വരച്ചു കഴിഞ്ഞാൽ ആ തൊടുവര സൂചിപ്പിക്കുന്ന ദിശയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ നമുക്ക് രണ്ട് തൊടുവരകൾ എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പോയിന്റിൽ രണ്ട് തൊടുവരകൾ ഉണ്ടെങ്കിൽ ഒരു പോയിന്റിൽ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. നമ്മളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ രണ്ട് ഡയറക്ഷനിലേക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമോ? ഇല്ല, രണ്ട് ഡയറക്ഷനിലേക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യമുണ്ട്, ഒരിക്കലും രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ തമ്മിൽ ക്രോസ് ചെയ്യില്ല, തമ്മിൽ അവർ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ രണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവും. അതൊരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യില്ല? ഒരു കാരണവശാലും തമ്മിൽ ക്രോസ് ചെയ്യില്ല. ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകതകൾ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ക്ലോസ്ഡ് ആയിട്ടുള്ള ലൂപ്പുകളാണ്. രണ്ടാമത്തത് പുറമേ, ഒരു ബാർ മാഗ്നറ്റിൻ്റെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കും ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കുമാണ് ഇതിൻ്റെ ദിശ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു കാരണവശാലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ക്രോസ് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക. NCERT കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. നോ ടു ഫീൽഡ് ലൈൻസ് ആർ ഫൗണ്ട് ടു ക്രോസ് ഈച്ച് അതർ. ഇഫ് ദേ ഡിഡ്, it would mean that at the point of intersection the compass needle would point towards two direction, which is not possible. അതായത് ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്തു എന്ന് വിചാരിച്ചു, അവിടെ നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ് വെക്കുകയാണ്. മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ പറയാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ രണ്ട് ദിശയിലേക്ക് ഒരുമിച്ച് ആ സൂചി കാണിക്കില്ല, അതൊരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മൾ പറയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു കാരണവശാലും തമ്മിൽ ക്രോസ് ചെയ്യില്ല. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? Because it would imply the compass needle could point in two directions simultaneously എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രോസ് ചെയ്യില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂൾസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ്? ഇത് പല ഷിഫ്റ്റുകളിലായിട്ട് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഒരു കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സർക്കുലർ ലൂപ്പ് എന്ന ചോദ്യത്തിൽ കാണുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിൽ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടും നമ്മൾ ഇതേ നിയമമാണ് ഉപയോഗിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള കണ്ടക്ടറിലും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. യെസ്, ബൈ അപ്ലൈയിങ് ദിസ് ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ NCERT പറയുന്നുണ്ട്. NCERTയിലെ ആ പാരഗ്രാഫിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. യെസ്, അടുത്ത ചോദ്യം. ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? സർക്കുലർ ലൂപ്പ് ഏതാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം അല്ലേ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരമാണ് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്.
റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. ശരിയാണ്. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നിയമം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെയാണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഒരു സർക്കുലർ ലൂപ്പിൽ ഉണ്ടാവുന്ന, അതിൻ്റെ നടുവിലുണ്ടാവുന്ന കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്തുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്? കറണ്ടുമായിട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ current flowing through the loop. Okay, directly proportional to the current flowing, inversely proportional to the radius Ki divided by R. Magnetic field Ki divided by R. Which of the following statement is correct about the direction of magnetic field lines inside a current carrying solenoid? ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ സോളിനോയിഡ് എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയർ ഇങ്ങനെ കോയിലുകളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഓരോ ചെയിനും ഓരോ ലൂപ്പുകളും ഒരു ഇൻഡിവിജ്വൽ മാഗ്നറ്റായിട്ട് തന്നെ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ സോളിനോയിഡ് നോക്കിക്കഴിഞ്ഞാൽ സോളിനോയിഡിൻ്റെ ഉള്ളിൽ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് കാണാനായിട്ട് സാധിക്കും. ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. ഓക്കെ, യൂണിഫോം എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഇതും ഒരു ബാർ മാഗ്നറ്റ് പോലെ ആയിരിക്കും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. അതായത് രണ്ട് പോളുകൾ ഉണ്ടാവും, നോർത്ത് പോളും ഉണ്ടാവും, സൗത്ത് പോളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് എന്നുള്ള രീതിയിലായിരിക്കും. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക്, ഉള്ളിൽ എങ്ങനെയാണ് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്, ഒരു ബാർ മാഗ്നറ്റ് പോലെ തന്നെ. അപ്പോൾ സോളിനോയിഡിൽ ഉള്ളിലുള്ള ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ്. എൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ്. എത്രമാത്രം ടേൺസ് ഉണ്ടോ അത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും ഈ മാഗ്നറ്റിക് ഫീൽഡ് മാറും. സോ രണ്ട് ഫാക്ടേഴ്സാണ് നമ്പർ ഓഫ് ടേൺസും അതുപോലെ തന്നെ കറണ്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് NCERT പറയുന്നുണ്ട്, ദ ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് ദ സോളിനോയിഡ് ആർ ഇൻ ദ ഫോം ഓഫ് പാരലൽ സ്ട്രെയിറ്റ് ലൈൻ. ഇൻസൈഡ് എങ്ങനെയാണ്? പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇൻസൈഡ് ദ സോളിനോയിഡ്. ദാറ്റ് ഈസ് ദ ഫീൽഡ് ഈസ് യൂണിഫോം ഇൻസൈഡ് ദ സോളിനോയിഡ്. എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് എ സോളിനോയിഡ് ക്യാൻ ബി യൂസ്ഡ് ടു മാഗ്നറ്റൈസ് എ പീസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ലൈക്ക് സോഫ്റ്റ് അയൺ. When placed inside the coil, the magnet so formed is called an electromagnet. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഓപ്ഷൻ എ, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ സർക്കുലർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് സോളിനോയിഡ്. ശരിയല്ല. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ റാൻഡം ഇൻസൈഡ് ദ സോളിനോയിഡ്. ശരിയല്ല. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ ആൻഡ് അലോങ് ദ ആക്സിസ് ഓഫ് ദ സോളിനോയിഡ് ഫ്രം ഇറ്റ്സ് നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ ആൻഡ് അലോങ് ദ ആക്സിസ് ഓഫ് ദ സോളിനോയിഡ് ഫ്രം ഇറ്റ്സ് സൗത്ത് പോൾ ടു നോർത്ത് പോൾ. എങ്ങനെയാണ്? ഇൻസൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് വരുന്നത്? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് അല്ലേ. ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കാണ് പാരലൽ എന്നുള്ള രീതിയിൽ വരുന്നത്. സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക്. ഓപ്ഷൻ ഏതാ വരിക? ഒരു ബാർ മാഗ്നറ്റ് പോലെ തന്നെ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ഇഫ് ദ കേർലിംഗ് ഓഫ് ദ ഫിംഗേഴ്സ് ഓഫ് അവർ റൈറ്റ് ഹാൻഡ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, then the thumb of our right hand is aligned along. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം നമ്മുടെ തമ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഡയറക്ഷനാണ്? കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. ഓപ്ഷൻ ഡി. The magnetic field due to a solenoid carrying current I is B. What will be the magnetic field due to the solenoid when the current flowing through the solenoid is half? കറണ്ടിനെ എന്താക്കിയിട്ടുണ്ട്? ഹാഫ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് B is equal to K into N into നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു I. എങ്ങനെയാണ് ഇക്വേഷൻ? ഇവിടെയുള്ള I നമ്മൾ എന്താക്കിയിട്ടുണ്ട്? പകുതിയാക്കിയിട്ടുണ്ട്. I പകുതിയാക്കി കഴിഞ്ഞാൽ നമുക്ക് B എത്ര കിട്ടുക? K ഇൻറ്റു N ഇൻറ്റു I ഡിവൈഡഡ് ബൈ 2. മൊത്തത്തിലുള്ള വാല്യൂവിൻ്റെ ഡിവൈഡഡ് ബൈ 2 ആവും. അതായത് B/2. പുതിയ B എന്ന് പറയുന്നത് എന്താണ്? പുതിയ B, അതിനെ B ഡാഷ് എന്ന് വിളിക്കാം. അത് B/2. ആദ്യമുള്ളതിൻ്റെ പകുതിയായി പോകും. ഓപ്ഷൻ സി. കാര്യം കറണ്ടുമായിട്ട് അയാൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അടുത്ത ചോദ്യം,
Which of the following is true about the magnetic field around a current carrying solenoid? The direction of the magnetic field associated with the solenoid can be reversed by reversing the direction of the current flowing through it. ശരിയാണ്. ഇതിനെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതിലൂടെ റിവേഴ്സ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. If the current carrying conductor is placed in a magnetic field and the direction of the current is reversed, the force on the conductor. നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനും എന്ത് ചെയ്യും? റിവേഴ്സ് ആവും. കറണ്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനും എന്താവും? റിവേഴ്സ് ചെയ്യും. റിവേഴ്സസ് ഡയറക്ഷൻ. Which of the following statement is correct for the magnetic field inside a long straight current carrying solenoid? Okay. Which of the following statement is correct for the magnetic field inside സോളിനോയിഡിൻ്റെ ഇൻസൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? പാരലലാണ് അല്ലേ? പാരലൽ എന്ന് പറഞ്ഞാൽ അത് യൂണിഫോം ആണ്, സെയിം ആണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സെയിം ആണ്. ഇറ്റ് ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ്. ഇറ്റ് ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ്. ഓപ്ഷൻ എ. Then the direction of the magnetic field at the center of a current carrying circular loop can be determined by. സർക്കുലർ ലൂപ്പ് ഏത് റൂളാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് റൂൾ. ഓപ്ഷൻ ഡി. എ ലോങ് സ്ട്രെയിറ്റ് വയർ carries a current I and the magnetic field at a distance r from the conductor is b. If the distance from the straight current carrying wire is doubled, what will be the magnetic field at the point? ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണെങ്കിൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു, KI/D. I കറണ്ട്, D ഡിസ്റ്റൻസ്. ഇവിടെ എന്ത് പറയുന്നുണ്ട്? ഇഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് വയർ ഈസ് ഡബിൾ, ഡിസ്റ്റൻസ് ഇരട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര വരും? B'. പുതിയ B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് KI/2D. പഴയ ബിയുടെ പകുതിയാവും അല്ലേ? B' എന്ന് പറയുന്നത് B/2 ആവും. ഓപ്ഷൻ എ. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എടുക്കുകയാണ്. ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെക്കുമ്പോൾ ആ കറണ്ട് കാരണം ഈ ഒരു കണ്ടക്ടറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അത് പുറമേയുള്ള മാഗ്നറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, ഇലക്ട്രിക് മോട്ടോർ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇലക്ട്രിക് മോട്ടോർ. ദ ക്ലോസ്നെസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കാണാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദിശയൊക്കെ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈന് കൂടുതൽ അടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ അത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ബാർ മാഗ്നറ്റ് നോക്കുകയാണെങ്കിൽ 2 പോളുകളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. അപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം ഈ നോർത്ത് പോളിലും സൗത്ത് പോളിലും എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രൗഡഡ് ആയിരിക്കും, ഒരുപാടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലാണ് എന്നുള്ളതാണ്. ദ ക്ലോസ്നെസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻഡിക്കേറ്റ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓപ്ഷൻ ഡി. അപ്പോൾ കൂടുതൽ സ്ട്രെങ്ത് കൂടിയ സ്ഥലത്ത് ഇത് ക്രൗഡഡ് ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രൗഡഡ് ആയിരിക്കും. സ്ട്രെങ്ത് കുറഞ്ഞ സ്ഥലത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ലെസ് ക്രൗഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ വിട്ടുവിട്ടായിരിക്കും നിൽക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? സ്റ്റേറ്റ്മെൻറ്റുകൾ ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ, ദ ഡയറക്ഷൻ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ക്യാൻ ബി ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ശരിയാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം സൗത്ത് പോൾ ആൻഡ് എൻഡ് അറ്റ് ദ നോർത്ത് പോൾ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റിൻ്റെ ഔട്ട്സൈഡ് നോക്കുകയാണെങ്കിൽ നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിൽ അവസാനിക്കുന്ന രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ബി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0 അറ്റ് ദ സർഫസ് ഓഫ് എ കറണ്ട് ക്യാരിങ് വയർ. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0 അറ്റ് ദ സർഫസ് ഓഫ് എ കറണ്ട് ക്യാരിങ് വയർ എന്ന് പറയുന്ന തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് സ്ട്രെയിറ്റ് ലൈൻസ് അല്ല, സ്ട്രെയിറ്റ് ലൈൻസ് അല്ല, ക്ലോസ്ഡ് കേർവ്സ് ആണ് അല്ലേ.
ക്ലോസ്ഡ് കേർവ്സ് ആണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള കർവുകളാണ് ഈ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ക്യാൻ ബി ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓപ്ഷൻ എ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഈസ് കറക്റ്റ് അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. ദേ ഓൾവേസ് ഫോംഡ് ക്ലോസ്ഡ് ലൂപ്പ്, ശരിയാണ്. ദേ ആർ ഓപ്പൺ കേർവ്സ്, തെറ്റാണ്. ദേ ഇൻ്റർസെക്ട് ഈച്ച് അതർ, തെറ്റാണ്. ദേ ഓൾവേസ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് അറ്റ് ദ സെയിം പോൾ, അല്ല, സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും വേറെ വേറെ പോളുകളിലാണ്. അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ എ, ദേ ഓൾവേസ് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ ആ ബാർ മാഗ്നറ്റിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്? ക്ലോസ്ഡ് കേർവ്സ് ആണ്, ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള കേർവ്സ് ആണ്. നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിലേക്ക് അവസാനിക്കുന്ന രീതിയിലുള്ള ക്ലോസ്ഡ് കേർവ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. വാട്ട് ഹാപ്പൻസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് പ്രൊഡ്യൂസ്ഡ് ബൈ എ സർക്കുലർ കോയിൽ ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഈസ് ഇൻക്രീസ്ഡ് വൈൽ കീപ്പിംഗ് ദ കറണ്ട് കോൺസ്റ്റൻറ്റ്? കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്, പക്ഷേ സർക്കുലർ കോയിലിൻ്റെ എണ്ണം n ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്നിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ എന്താണ്? n കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ബിക്കംസ് n ടൈംസ് ലാർജർ ദാൻ ഫോർ എ സിംഗിൾ ടേൺ. സിംഗിൾ ടേൺ ഉള്ളതിനേക്കാളും എത്രയാണോ ടേൺസ് ഉള്ളത് അതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഓപ്ഷൻ എ. ദെൻ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഫോം കോൺസെൻട്രിക് സർക്കിൾസ് സെൻറ്റേർഡ് അലോങ് ദ വയർ. ഒരു വയറിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ ഡയറക്ഷൻ ഓഫ് ദീസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. രണ്ടും ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ബോത്ത് 1 and 2 ആർ കറക്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് എ മാഗ്നറ്റ് മൂവ് ഫ്രം, ഇൻസൈഡ് ആണെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് എന്നുള്ള രീതിയിലാണ്, തെറ്റാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈസ് വീക്കർ വേർ ലൈൻസ് ആർ ക്ലോസ്, ഒരിക്കലുമല്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതലുള്ള സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രഭാവം കൂടുതലാണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് പോൾ, ഇല്ല, ഒരിക്കലും രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഔട്ട്സൈഡ് എ മാഗ്നറ്റ് മൂവ് ഫ്രം നോർത്ത് ടു സൗത്ത്, ശരിയാണ്. ബാർ മാഗ്നറ്റ് നോക്കുകയാണെങ്കിൽ ഔട്ട്സൈഡിൽ എങ്ങനെയാണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്നുള്ളതാണ് ദിശ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഓപ്ഷൻ ഡി ആണ് ശരി. ഹൗ ആർ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറേഞ്ച്ഡ് ഇൻസൈഡ് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ്? കറണ്ട് ക്യാരിങ് സോളിനോയിഡിൻ്റെ ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ, ഉള്ളിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഈ സോളിനോയിഡ് എന്ന് പറയുന്ന ഒരുപാട് സർക്കുലർ ലൂപ്പുകൾ ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ നേർരേഖയിലായിരിക്കും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണാൻ പറ്റുക. എന്ന് വെച്ചാൽ ഈ വരച്ചിരിക്കുന്ന അർത്ഥം എന്താ? യൂണിഫോം എന്നാണ്. പാരലൽ ആൻഡ് യൂണിഫോം, സമാന്തരമായിട്ട് അതുപോലെ തന്നെ യൂണിഫോമായിട്ട്, സെയിം ആയിട്ട്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പാരലൽ ആൻഡ് യൂണിഫോംലി സ്പേസ്ഡ്. വിച്ച് റൂൾ ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ? ഇത് എപ്പോഴും ചോദിക്കാൻ സാധ്യതയാണ്. ഫോഴ്സ് ഓൺ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന നിയമമാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇടത് കൈ നിയമം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ്? ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഷോൺ ബൈ ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ദ ഫീൽഡ് ലൈൻസ്. ശരിയാണ്. എത്രമാത്രം അടുക്കുന്നോ അത്രമാത്രം ശക്തി കൂടുതലായിരിക്കും. നോ ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ഇൻ്റർസെക്ട് ഈച്ച് അതർ. തീർച്ചയായിട്ടും രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഇൻ്റർസെക്ട് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? ഈസ് ആർ ട്രൂ. ബോത്ത് 1 and 2. ഓപ്ഷൻ ബി, ബോത്ത് 1 and 2. ഇൻ ഡെയിലി ലൈഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഈസ് യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്? നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് മോട്ടോറിലാണ്, അല്ലേ? നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മോട്ടോർ കറങ്ങുന്നുണ്ട്. അവിടെ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത് എക്സ്റ്റേണൽ മാഗ്നറ്റ് കാരണം അവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ആവും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രിക് മോട്ടോറാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇഫ് ദ കറണ്ട് ഇൻ എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഈസ് ഡബിൾഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഗിവൺ ഡിസ്റ്റൻസ് ഫ്രം ഇറ്റ്. സ്ട്രെയിറ്റ് കണ്ടക്ടർ, അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കിഡ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. കിഡ്, KI മേലെ D താഴെ. I എന്ന് പറയുന്ന കറണ്ടാണ്, D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, K എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്.
അപ്പോൾ ബി പ്രപ്പോർഷണൽ ടു ഐ ആൻഡ് ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ഇവിടെ എന്താ പറയുന്നത്? കറണ്ട് ഡബിൾ ചെയ്യുന്നുണ്ട്. കറണ്ട് ഡബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ഡബിൾ ചെയ്യും. ഓപ്ഷൻ എ. കാര്യം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് മാഗ്നറ്റിക് ഫീൽഡും കറണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ്? ഇൻസൈഡ് എ സോളിനോയിഡ്, ഇത് പിന്നെയും ആ കോൺസെപ്റ്റ് ചോദിച്ചിരിക്കുകയാണ്. ഒരു സോളിനോയിഡിൻ്റെ ഇൻസൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസൈഡ് എങ്ങനെയാണ്? യൂണിഫോം ആണ് അല്ലേ? പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് യൂണിഫോം ആൻഡ് ഫോം പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ്. ഓപ്ഷൻ സി. ദെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? അത് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് അല്ലേ? കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ്. ഓപ്ഷൻ ബി. വാട്ട് ഡസ് ദ പ്രസൻസ് ഓഫ് പാരലൽ സ്ട്രെയിറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് എ സോളിനോയിഡ് ഇങ്ങനെ ഇൻഡിക്കേറ്റ്? പാരലൽ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? യൂണിഫോം ആണ്. യൂണിഫോം ആണ്. യൂണിഫോം എന്ന് പറഞ്ഞാൽ സെയിം. ഓപ്ഷൻ ഡി. ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് യൂണിഫോം ഇൻസൈഡ് ദ സോളിനോയിഡ്. ഇൻസൈഡ് ദ സോളിനോയിഡ്. ഇതേ കോൺസെപ്റ്റ് പല ചോദ്യങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോളിനോയിഡ് ഒരു ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. വിച്ച് റൂൾ ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ? എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓപ്ഷൻ എ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഇൻ എൻ ഇലക്ട്രിക് മോട്ടോർ. വിച്ച് ഫിംഗർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്? അതായത് നമ്മൾ ഫാദർ മദർ ചൈൽഡ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അച്ഛൻ അമ്മ കുട്ടി. ഫാദർ മദർ ചൈൽഡ്. ഈ ഫാദറിലെ എഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോഴ്സ് ആണ്. മദറിലെ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ്. ചൈൽഡിലെ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറണ്ടാണ്. അപ്പം നമ്മുടെ ഏതൊക്കെ വിരലുകളാണ്? ഫോഴ്സ് എന്ന് പറയുന്നത് തമ്പാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻഡെക്സ് ഫിംഗറാണ്, അല്ലെങ്കിൽ ഫോർ ഫിംഗർ എന്ന് പറയാം. കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് മിഡിൽ ഫിംഗർ. മിഡിൽ ഫിംഗർ. FMC. ഫാദർ മദർ ചൈൽഡ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? വിച്ച് ഫിംഗർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്? ഫോഴ്സ് ഏതാണ്? തമ്പാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓപ്ഷൻ ഡി. തമ്പ്. ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഈസ് യൂസ് ടു ഫൈൻഡ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ടാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് എ സോളിനോയിഡ്? ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ എന്ത് തന്നെയാണെന്ന് മനസ്സിലാക്കുക, ഒരു ബാർ മാഗ്നറ്റിന് സമാനമാണ്. ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ബാർ മാഗ്നറ്റിന് രണ്ട് പോളുകളുണ്ട്, നോർത്ത് പോൾ സൗത്ത് പോൾ. നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിലേക്ക് അവസാനിക്കുന്ന രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പുറമേ ഉള്ളത് അല്ലേ? പുറമേ. ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡാണ്. അപ്പോൾ ഒരു സോളിനോയിഡ് ബാർ മാഗ്നറ്റായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് എന്നുള്ള രീതിയിലാണ് ഔട്ട്സൈഡ് ഉള്ളത്. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക്. ഓപ്ഷൻ സി. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം സോളിനോയിഡും ബാർ മാഗ്നറ്റും സമാനമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ ഫോർ എ ഡൊമസ്റ്റിക് സർക്യൂട്ട്? ഒരു ഡൊമസ്റ്റിക് സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ NCERT കൊടുത്തിരിക്കുന്ന ഡൊമസ്റ്റിക് സർക്യൂട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്നത് എല്ലാ വീടുകൾക്കുമായിട്ട് 220 വോൾട്ട് 50 ഹെർട്സ് ആ വോൾട്ടേജിലുള്ള AC കറണ്ടാണ് കൊടുക്കുന്നത്. 3 ടൈപ്പ് വയേഴ്സാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, നമ്മളെ പ്ലഗ് സോക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 3 വയേഴ്സ് ഉണ്ട്. ഒന്ന് എർത്ത് വയറാണ്, ഒന്ന് ലൈവ് വയർ എന്ന് പറയുന്ന പോസിറ്റീവാണ്. ദെൻ ന്യൂട്രൽ വയർ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ന്യൂട്രൽ നെഗറ്റീവ്, ലൈവ് പോസിറ്റീവ്. ഓക്കെ. ദെൻ ഈ ലൈവ് വയർ എന്ന് പറയുന്നത് ചുവപ്പ് നിറത്തിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, റെഡ് കളറാണ്. എങ്ങനെ ഓർത്തിരിക്കാം? നമ്മൾ ലൈവ് എന്ന് പറഞ്ഞാൽ ജീവനോടെ എന്നുള്ള അർത്ഥമുണ്ടല്ലോ. നമ്മൾ ജീവനോടെ ഇരിക്കാൻ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചുവന്ന ചോരയുള്ളതിനെ കൊണ്ടാണ്, ചുവപ്പ് ചോര. അപ്പോൾ ലൈവ് എന്ന് പറയുന്ന റെഡ് കളർ. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവാണ് സൈൻ എന്നറിയാം. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മൾ ബ്ലാക്ക് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്, ബ്ലാക്ക് കളറാണ്. ഓക്കെ, നെഗറ്റീവ്. ഓക്കെ.
നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട് അങ്ങനെ ഓർത്ത് വെക്കാം. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആ ഒരു കളറിലായിട്ട് കണക്ട് ചെയ്യുക. ഇനി എർത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് മരങ്ങൾ, ഒരുപാട് സസ്യങ്ങളുണ്ട്. പച്ച കളറാണ്, ഹരിതഭൂമി എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ഗ്രീൻ കളറാണ്, എർത്ത് വയറിൻ്റെ കളറ് ഗ്രീനാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഓൾ ദ അപ്ലയൻസസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. നമ്മുടെ വീട്ടിലുള്ള എല്ലാ അപ്ലയൻസസും പാരലൽ കണക്ഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ ലൈവ് വയർ ഇൻ ദ ഡൊമസ്റ്റിക് സർക്യൂട്ട് ഹാസ് ഗ്രീൻ ഇൻസുലേഷൻ. ലൈവ് വയർ ജീവനോടെ, ചുവപ്പാണ് അല്ലേ, പച്ചയല്ല. പച്ച എർത്ത് വയറിൻ്റെയാണ്. എ ഫ്യൂസ് കണക്റ്റഡ് ടു ദ സർക്യൂട്ട് അലൗസ് എക്സസീവ് കറണ്ട് ടു പാസ് ത്രൂ അപ്ലയൻസസ്. അല്ല, എപ്പോഴാണോ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത്, ഷോർട്ട് സർക്യൂട്ട് എപ്പോഴാണ് ഉണ്ടാവുക? ഈ ലൈവ് വയറും ന്യൂട്രൽ വയറും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് കറണ്ട് ഓവർലോഡിങ് സംഭവിക്കുന്നുണ്ട്. ആ കറണ്ട് ഓവർലോഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഹീറ്റിംഗ് എഫക്റ്റ് വഴി അത് ചൂടായി തീപിടുത്തം ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ അത് സംഭവിക്കുന്നതിന് മുമ്പ് എന്താവും? ഫ്യൂസ് വയർ കത്തിപ്പോവും. ഫ്യൂസ് വയർ കത്തിപ്പോയാൽ നമുക്ക് ബാക്കിയുള്ള അപ്ലയൻസസിനൊക്കെ തന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫ്യൂസ് വയർ എന്താണ്? ഫ്യൂസ് വയർ അലൗസ് എക്സസീവ് കറണ്ട് ടു പാസ് ത്രൂ അപ്ലയൻസ് അല്ല, ഡു നോട്ട് അലൗസ് എന്നുള്ളതാണ്. ഫ്യൂസ് തന്നിലേക്ക് അതെടുത്ത് ആ ഒരു ഫ്യൂസ് വയർ ആയിട്ട് മെൽറ്റ് ചെയ്തു പോവും. ബാക്കിയുള്ള അപ്ലയൻസസിനൊക്കെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ദെൻ ഫ്യൂസ് വയർ ഡസ് നോട്ട് അലോ എന്നാണ് വേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ദ ന്യൂട്രൽ വയർ ഇൻ ദ ഡൊമസ്റ്റിക് സർക്യൂട്ട് ഹാസ് ബ്ലാക്ക് ഇൻസുലേഷൻ. കറക്റ്റാണ്. അപ്പോൾ 1ഉം 4ഉം ശരിയാണ് അല്ലേ. ബോത്ത് 1 and 4, 1ഉം 4ഉം ശരിയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കറക്റ്റ്? ദേ ഒറിജിനേറ്റ് ഓൺലി ഫ്രം ദ സെൻറ്റർ ഓഫ് മാഗ്നറ്റ്. അല്ല, പോളിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ദേ ഷോ ദ പാത്ത് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ. അല്ല. ദേ ഫോം ക്ലോസ്ഡ് ലൂപ്പ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. ദേ ഓൾവേസ് ഇൻ്റർസെക്ട്. ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ സി ആണ്. ക്ലോസ്ഡ് ലൂപ്സ് ഉണ്ടാക്കും എന്നുള്ളതാണ് ശരി. ഇനി ഡൊമസ്റ്റിക് സർക്യൂട്ട് ലൈവ് വയർ, ലൈവ് ജീവനോടെ കാത്ത് സൂക്ഷിക്കുന്ന ആരാണ്? ചോരയാണ്. ചോരയുടെ നിറം ചുവപ്പ്. ലൈവ് റെഡ് എന്ന് ഓർത്ത് വെക്കുക. റെഡ്, ഓപ്ഷൻ ബി. വാട്ട് ഈസ് ദ പ്രൈമറി സേഫ്റ്റി ഫംഗ്ഷൻ ഓഫ് ദ ഗ്രീൻ ഇൻസുലേറ്റഡ് എർത്ത് വയർ ഇൻ എ ഡൊമസ്റ്റിക് സർക്യൂട്ട്, പർട്ടിക്കുലർലി ഫോർ മെറ്റാലിക് അപ്ലയൻസ്? ഓക്കെ, ഈ ഒരു എർത്ത് വയറിൻ്റെ ഉദ്ദേശം എന്താണ്? ടു പ്രൊവൈഡ് എ ലോ റെസിസ്റ്റൻസ് പാത്ത് ടു എൻഷുർ ലീക്കേജ് ഓഫ് കറണ്ട്, കീപ്സ് ദ അപ്ലയൻസ് പൊട്ടൻഷ്യൽ ടു ദാറ്റ് ഓഫ് ദ എർത്ത്, പ്രിവെൻറ്റിംഗ് ഷോക്ക്. ഓക്കെ, ഷോക്ക് അടിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയാനായിട്ടുള്ള ഒരു പാത്ത് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എർത്ത് വയറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഈസ് സ്ട്രോങ്ങസ്റ്റ് എവിടെയാണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഈസ് സ്ട്രോങ്ങസ്റ്റ് നിയർ ദ കണ്ടക്ടർ. അടുത്താണ് അല്ലേ, നിയർ ദ കണ്ടക്ടറിൻ്റെ ഏറ്റവും അടുത്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്. അകലേക്ക് പോകുന്തോറും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. നിയർ ദ കണ്ടക്ടർ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ മോഷൻ ഓഫ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ശരിയാണ്. ദ ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ ആക്ട്സ് പെർപെൻഡിക്കുലർ ടു ബോത്ത് കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതും ശരിയാണ്. എല്ലാം പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി. എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഇൻക്രീസ് ആസ് വി മൂവ് അവേ ഫ്രം ദ കണ്ടക്ടർ. തെറ്റാണ്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ആസ് വി മൂവ് അവേ ഫ്രം ദ കണ്ടക്ടർ. ശരിയാണ്. ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഇൻക്രീസ് വെൻ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ഇൻക്രീസസ്. ശരിയാണ്. ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഫസ്റ്റ് ഡിക്രീസ് വെൻ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ഇൻക്രീസ്. അങ്ങനെയല്ല, തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 2ഉം 3ഉം ശരിയാണ്. ബോത്ത് 2 and 3 ആർ കറക്റ്റ്.
വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ? ദേ നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. അത് തന്നെയാണ് ശരിയെന്ന് പറയുന്നത്. ഒരിക്കലും അവർ എന്ത് ചെയ്യില്ല, ഇൻ്റർസെക്ട് ചെയ്യില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഡ്രോൺ ക്ലോസർ ടുഗദർ ഇൻ എ ഡയഗ്രാം? ക്ലോസ് ആണെങ്കിൽ എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ്ങർ ആയിരിക്കും. ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സ്ട്രോങ്ങർ ഇൻ ദാറ്റ് റീജിയൻ. ഓപ്ഷൻ എ. ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് സപ്ലൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് കളർ കോഡ്? ലൈവ് വയർ റെഡ് ആണ്, ലൈവ് റെഡ് ആണ്, ന്യൂട്രൽ ബ്ലാക്ക് ആണ്, എർത്ത് ഗ്രീൻ ആണ്. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. എ കോമ്പസ് നീഡിൽ പ്ലേസ്ഡ് നിയർ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഷോസ് ഡിഫ്ലക്ഷൻ. എന്തുകൊണ്ട് ഡിഫ്ലക്ഷൻ കാണിക്കുന്നു? ഇറ്റ് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് സീറോ വെൻ ഫീൽഡ് ലൈൻസ് ആർ ഡെൻസ്. ഒരിക്കലുമല്ല, സ്ട്രോങ്ങർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് എമേജ് ഫ്രം നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ് ആൻഡ് എൻറ്റേഴ്സ് ദ സൗത്ത് പോൾ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. യെസ്, ഓപ്ഷൻ ബി ആണ് ശരി അല്ലേ. നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിലേക്ക് അവസാനിക്കുന്ന രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. എ ഫ്യൂസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് ഫ്യൂസ് കണക്ട് ചെയ്യുന്നത്. ശരിയാണ്. എ ഫ്യൂസ് വെയർ മെൽസ് വെൻ ദ കറണ്ട് എക്സീഡ് എ സേഫ് ലിമിറ്റ്. ഫ്യൂസ് എന്തായി പോവും? കത്തിപ്പോവും. അപ്പോൾ ബാക്കിയുള്ള അപ്ലയൻസിനൊക്കെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ബോത്ത് 1 and 2 are correct. Option A. According to right hand thumb rule, if thumb points in the direction, then the fingers show the direction of magnetic field. Option B. Magnetic field is a quantity that has both the magnitude and direction. Magnetic field എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. A solenoid behaves like a magnet because കറണ്ട് ഇൻ ഇറ്റ് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതിലുള്ള കറണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ദ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി ദാറ്റ് ക്വാളിഫൈസ് മാഗ്നറ്റിക് ഫീൽഡ് ആസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ഈസ് ദാറ്റ് ഇറ്റ് പൊസസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ദ പാറ്റേൺ ഫോംഡ് ബൈ അയൺ ഫില്ലിങ്സ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ് ഷോ. ഒരു ബാർ മാഗ്നറ്റിൻ്റെ ചുറ്റുമായിട്ട് ഇരുമ്പ് തരികൾ വെച്ച് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യും അല്ലേ. അത് കാണിക്കുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഓപ്ഷൻ ഡി. യെസ്, അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഹാൻസ് ക്രിസ്റ്റ്യൻ എയ്സ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. ഹാൻസ് ക്രിസ്റ്റ്യൻ എയ്സ്റ്റഡ്. ഇദ്ദേഹം എന്താ ചെയ്തത്? ഇദ്ദേഹം 1820കളിലായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതിൻ്റെ അടുത്ത് ഒരു മാഗ്നറ്റിക് കോമ്പസ്. ഈ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് ചെറിയൊരു മാഗ്നറ്റിക് നീഡിലാണ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഡയറക്റ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ അടുത്ത് കോമ്പസ് വെച്ചപ്പോൾ ആ കോമ്പസിൽ ഡിഫ്ലക്ഷൻ വരുന്നതായിട്ട് കണ്ടു. അതിൻ്റെ അർത്ഥം എന്താ? ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ എന്ത് ക്രിയേറ്റ് ആവുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ എന്ത് ക്രിയേറ്റ് ആവുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ടും മാഗ്നറ്റിസവും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും കണക്റ്റഡ് ആണെന്ന് 1820കളിൽ തന്നെ ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കി. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു കണ്ടക്ടറിന് ചുറ്റുമായിട്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടക്ടർ ഇങ്ങനെയുണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് നമ്മുടെ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് അതിലെ തമ്പ് എന്ന് പറയുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. നമ്മുടെ ബാക്കിയുള്ള വിരലുകൾ മടങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ ഒരു പേപ്പറിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇങ്ങനെ ചുറ്റി പുറമേക്ക് വരുന്ന രീതിയിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുക. ഇതേ കാര്യം നമ്മൾ ഒരു സർക്കുലർ ലൂപ്പിൽ നോക്കുകയാണെങ്കിൽ, ഈ സർക്കുലർ ലൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കണ്ടക്ടറിനെ നമ്മളൊന്ന് ലൂപ്പാക്കി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ ഇങ്ങനെ കറണ്ട് ഓരോ പോയിന്റിലും പോകുന്നേരം അവിടെയൊക്കെ എന്തുണ്ടാകുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. പക്ഷേ നടുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. ഒരു സർക്കുലർ ലൂപ്പിൽ നടുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. ഈ സർക്കുലർ ലൂപ്പിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് നമ്പർ ഓഫ് ടേൺസ് ആണ്. ചുറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കറണ്ടിൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡും കൂടും. ഓക്കെ, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച്, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടർ ആണെങ്കിൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കുറയാണ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് കുറയും എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, യെസ്. ദെൻ നമ്മൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണ്ടക്ടറിന് ഫോഴ്സ് അനുഭവപ്പെടും. ഓക്കെ, അതിൻ്റെ ബേസിസിലൊക്കെയാണ് ഇലക്ട്രിക് മോട്ടോർ ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഫോഴ്സിൻ്റെ ദിശ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നിയമമാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇടത് കൈയിലെ തമ്പ്, അതുപോലെ തന്നെ ഇൻഡെക്സ് ഫിംഗർ, ഫോർ ഫിംഗർ, ഓക്കെ, തമ്പ്, ഇൻഡെക്സ് അല്ലെങ്കിൽ ഫോർ ഫിംഗർ എന്ന് വിളിക്കും. അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ പരസ്പരം 90 ഡിഗ്രി വരുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ തമ്പ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫോഴ്സിനെ. ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ ഉദ്ദേശിക്കുന്നു. മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് കറണ്ടിനെ ഉദ്ദേശിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് സമ്മറി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതിനനുസരിച്ച് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത പോർഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ PDF വേണ്ടവർ ജോയിൻ ചെയ്യുക. ഈ ഒരു കോഡ് സ്കാൻ ചെയ്തിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ലഭിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.